യൂണിവേഴ്സിറ്റി ചുറ്റും ഒരു റൗണ്ട് അടിക്കുന്നുണ്ടോ? അത് ഇവിടെ അടുത്തല്ലേ? അങ്കമാലിക്ക് നേരെ ഉണ്ട് അല്ലേ? മറ്റേന്ന് ഇവിടെ ഇല്ല. തന്നെ ആരും വീട് പണിയാറില്ലേ? വീട് പണിയുന്നവരുണ്ട്. ബസിന്റെ ഇത് പറയണോ? സംസ്കൃത് യൂണിവേഴ്സിറ്റി, ശങ്കരാചാര്യയുടെ കോളേജ്. ഇതാണ് ഈ പ്രൊജക്റ്റ് അതിലെല്ലാം ഉണ്ട്. അതെ, ഇതിപ്പോഴും കാണുള്ളൂ. മലയാള നാട്ടിൽ വന്നിട്ട് ഹിന്ദിക്കാരുടെ ഇത് ഗവൺമെന്റിനത്. അത് CISF എന്ന് പറഞ്ഞ സെൻട്രൽ സെക്യൂരിറ്റി ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി പ്രൊഫഷൻ, അവരുടെ ആൾക്കാർ. അതൊക്കെ തോക്കൊന്നുമില്ല എവിടെയും, തോക്കൊന്നും കാണില്ലല്ലോ. നല്ല ഗാർഡനൊക്കെയാണ് ഇവിടെ അല്ലേ? ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത. ഇതൊക്കെ നമ്മുടെ പഴയ ഇത് കുത്ത് കുത്ത് കുത്ത്. ഹലോ ഹലോ പടം ചോദിച്ചത്. മസാലദോശയിലേക്കുള്ള സാധനങ്ങൾ, പിന്നെ നെയ്യ് അങ്ങനെയുള്ളതൊന്നും പാടില്ല. അപ്പൊ ഗോതമ്പിന്റെ ദോശ, അരിയുടെ ദോശയും ചെയ്തത്. ആ കാറ് തിരക്കേട്ടില്ലല്ലോ, കുഞ്ഞിക്കാറ്. പക്ഷെ അതൊരു വന്നൊരു അടിയടിച്ചപ്പോ അല്ലേ? അപ്പൊ ഈ ഓട്ടോറിക്ഷ, ഒരു വലിയ ഓട്ടോറിക്ഷ അധികം. ആ അല്ല, ഈ ഓട്ടോറിക്ഷയ്ക്ക് പോണ പോലെ തന്നെയാണ് അത്. മുമ്പ് കാലം അല്ല, ബേസിക്കലി ഇറ്റ് ഈസ് ഇതൊക്കെ അറിഞ്ഞിരിക്കണ UC കോളേജ്, ഞങ്ങൾ ഈ പ്രദേശത്തെ കോളേജ്. ചില ഇവിടുത്തെ ആൾക്കാർ തന്നെ, ഇപ്പൊ ദുബായിലെ ആൾക്കാർ തന്നെ, അപ്പൊ അവരുടെ പിള്ളേരൊക്കെ പഠിക്കാനുള്ള സൗകര്യം നോക്കി മതി. അത് ട്രെയിനിങ് കിട്ടി കഴിഞ്ഞാൽ മതി. എവിടെയാണ് അതിന്റെ ഗേറ്റ്? IT ഇപ്പൊ നമുക്ക് കുറഞ്ഞു തുടങ്ങി. ഇപ്പൊ ബയോടെക്നോളജി ഒക്കെ പറയുന്നുണ്ട്. പറയണ്ടപ്പോ നാനോ അല്ല, ബയോ ഉണ്ട്. അതുകൊണ്ട് ബയോടെക്നോളജി എന്ന് പറയുമ്പോ അത് കെമിസ്ട്രി അല്ല, ഈ കടത്തിരിക്കും നമ്മൾ ചെന്നാല് വെറുതെ കാണാന്ന് പറഞ്ഞാൽ അത് NCC കാരനാണ് കാണുന്നുള്ളത്. ക്രിസ്മസ് ആയതുകൊണ്ട് ഹോളിഡേയ്സ്
ലൂമിന്റെ മേടിക്കണെങ്കിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ അത് നടന്നു നടക്കണം. ലൂമിന അല്ല, അത് വേറൊരു PVC കോട്ടഡ് സാധനം കിട്ടും. അതന്നെ ഈ റോഡിന്റെ റോഡിന്റെ പോലെ തന്നെ ഇരിക്കുന്നത്. അത് തന്നെ, അത് ഞാൻ നല്ലൊരു ഡെവലപ്മെന്റ് ഉണ്ടോ ഈ ഏരിയയിൽ? അതാ പറഞ്ഞ അപ്രീഷിയേഷൻ. പോളിനെ ഡൽഹിയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വിത്ത് പൊസഷൻ ഓഫ് ഡ്രഗ്സ്. മനസ്സിലായല്ലേ? അപ്പൊ ഡ്രഗ് മാഫിയ ഫണ്ട് ഉണ്ടാക്കുകയാണ്, അത് ട്രാഫിക് ചെയ്ത് അവര് 3 ഫാമിലി. ഒറിജിനലി ഒരു കമ്പനി ആയിരുന്നു. ഇതാണ് നമുക്ക് ഏതാ വിശ്വസിക്കേണ്ടതെന്നാവാൻ. ഗ്ലോബൽ വാർമിംഗിലെ സീ ലെവലിന്റെ ഇത് അളവ് ഹിമാലയത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നത് വേറെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഞങ്ങളവിടെ കണ്ടതില് ഇത് കൂടുതൽ ഒരുങ്ങാൻ എറണാകുളത്തേക്ക് പോണേക്ക് മുമ്പേ എന്നിട്ട് വെള്ളം ഇതിലേക്ക് കയറിയിട്ട് തിരിച്ചു വന്നാലോ? ഏതെങ്കിലും ഒരു റൗണ്ട് എടുത്താൽ മതി. എയർപോർട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലേ? ടെർമിനലുകളൊക്കെ പുതിയ വരുന്നുണ്ട്. ടെർമിനലിലൊക്കെ പുതിയ വരുന്നുണ്ട്. ഇത് വന്ന് ഇവിടത്തേക്ക് ഒരു വലിയൊരു ഇതായിരുന്നു അല്ലേ വളർച്ചയ്ക്ക്. അതെ, ഇതിപ്പോ അവര് ഒരു ടെക്നോ പാർക്ക് കൂടെ തുടങ്ങാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ ആക്ടിവിറ്റി ഈ ഭാഗത്ത് വരും. അതാ പറഞ്ഞേ, ഇവിടുത്തെ വലിയ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ക്യാമറ മാറ്റിക്കോളും ചെയ്യും. പിന്നെ നമ്മളെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരല്ലാതെ ചില എടുത്തോളം. അതല്ല, ഞാൻ അയാളെ ഇതൊക്കെ വിവരമില്ലാത്ത ആൾക്കാരാ. കോമൺ സെൻസ് ഉള്ളവരെ അങ്ങനെയൊന്നും പറയില്ല. സെക്യൂരിറ്റി എല്ലായിടത്തും തൃശ്ശൂര് നാടകത്തിന്റെ ഒരു ഇന്റർനാഷണൽ നാടക ഫെസ്റ്റിവൽ അങ്ങോട്ട് നടക്കുന്നുണ്ട്. അവിടെ അങ്ങോട്ട് ബോംബ് കണ്ടിട്ട് ഞങ്ങൾ അവിടേക്ക് അടുത്ത ആഴ്ച പോകാനിരിക്കുന്ന. ഇതിനാണ്ട് പോകാൻ പറ്റും? ഇല്ല, തിരിച്ചോ ഒരു ഇതും കിട്ടിയ ഇവിടെ സ്പേസ് ഉണ്ട്. ഇവിടെയൊക്കെ നല്ല ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അയ്യോ, നമ്മുടെ അവിടെ ഉള്ളൊരു ചെടി നോക്കിയാ, നമ്മുടെ വീട്ടിലുള്ള ചെടിയുടെ ഒരു വയലറ്റ് പൂണ്ട് അവിടെ ഇവിടേക്ക് രാത്രി ഞാൻ വ്യൂ ഇട്ടില്ല. അപ്പൊ പകലൊന്നാളെ കിട്ടുള്ളൂ വ്യൂ. നമ്മളിപ്പോ രാത്രിയില്ല വരണേ. ചായ കുടിക്കണോ? അത്